ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലെ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? 10 വർഷം. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? 10 വർഷം കേരളത്തിൽ താമസിക്കുന്നവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ വേണ്ടി അർഹത ഉള്ളത്. സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. 4ാമത്തെ രാജ്യമാണ്. സൗരദൗത്യം നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം. 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഹാങ്ഷു ആണ്. ഹാങ്ഷുവിലാണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. 2023 സാമ്പത്തിക നോബലിന് അർഹമായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? 2023 സാമ്പത്തിക നോബലിന് അർഹയായതാരാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. അവർ ഏത് രാജ്യക്കാരിയാണ് എന്നാണ് ചോദ്യം. യുഎസ്എക്കാരിയാണ് ക്ലോഡിയ ഗോൾഡിൻ. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ് എന്നതാണ് ചോദ്യം. തിരുവനന്തപുരത്താണ്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉള്ളത് തിരുവനന്തപുരത്താണ്. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2023 40ാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം. 2023 40ാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത്. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. TV ചന്ദ്രനാണ് 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത്. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം നേടിയത്. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് ഇൻഡോറാണ്. ഇൻഡോറിനാണ് 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനം കിട്ടിയത്. അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 എന്ന യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് എന്നതാണ് ചോദ്യം. സ്പെയിനിലാണ് C-295 യാത്രാ വിമാനം നിർമ്മിച്ചത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.